PC ജോർജിന്റെ ഒരു രാഷ്ട്രീയ മെയ്വഴക്കം എന്ന് പറയുന്നത് അസാധ്യമാണ്. അദ്ദേഹം നോക്കുമ്പോൾ SDPI പേട്ടയിൽ മാത്രമൊന്നുമല്ല, പുറത്തും SDPI കൊണ്ട് നടന്ന നേതാവായിരുന്നു PC ജോർജ്. അദ്ദേഹം DHRM-ന്റെ, എനിക്കൊന്നും മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും അങ്ങനെ ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ DHR, നമ്മുടെ വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ VSDP-യുടെ ഇങ്ങനെ അഖില ലോക സംഘടനകളുടെ ഒക്കെ പിന്തുണ, അതിനൊപ്പം അദ്ദേഹം എക്സ്ട്രീമായിട്ട് എൻ്റെ ഹിന്ദു മഹാസഭ മുതൽ BJP വരെ ഇങ്ങനെ ഏത് സംഘടനയെയും ഒപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന, എല്ലാ തരത്തിലും ഗിമ്മിക്കുകളൊക്കെ കാണിക്കാൻ കഴിയുന്ന നേതാവാണ് PC ജോർജ്. അദ്ദേഹം 5 കൊല്ലം മുമ്പ് SDPI വലിയ പാർട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് BJP വലിയ പാർട്ടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഞാൻ ഒരു ടോം വടക്കനല്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. അദ്ദേഹം ടോം വടക്കനൊന്നുമല്ല, തീർച്ചയായും അല്ല. അദ്ദേഹം 7 പ്രാവശ്യം നിയമസഭാംഗമായ ആളാണ്. പക്ഷേ ആ നിയമസഭാംഗമായതൊക്കെ ഏതെങ്കിലും ഒരു ശക്തമായ മുന്നണിയിൽ നിന്നുകൊണ്ടാണ്. അല്ല, ഒരു പ്രാവശ്യം അദ്ദേഹം സ്വതന്ത്രനായുമായി. കഴിഞ്ഞ പ്രാവശ്യം 2016-ൽ 67,000 വോട്ട് ലഭിച്ച അദ്ദേഹത്തിന് 2021-ൽ ലഭിച്ചത് 41,000 വോട്ട് മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ടിൽ കാര്യമായ ചോർച്ചയുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ആ വോട്ട്, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാൻ പറ്റും, അദ്ദേഹത്തിന് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്വാധീനമുള്ളത് പൂഞ്ഞാർ ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമാണ്. പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിന് പുറത്ത് അദ്ദേഹത്തിന് യാതൊരു സ്വാധീനവും ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വളരെ അവജ്ഞയോടുകൂടി, ശത്രുതാഭാവത്തോടു കൂടിയാണ് പൂഞ്ഞാറിന് പുറത്തുള്ള പൊതുസാമാന്യമുള്ള ജനങ്ങൾ വീക്ഷിക്കുന്നത്. ഇപ്പോൾ BJPയിലെ ആളുകൾക്ക് തന്നെ, പൂഞ്ഞാറിന് പുറത്തുള്ള ആളുകൾക്ക് അദ്ദേഹം തീരെ സ്വീകാര്യനല്ല. കുമ്മനം രാജശേഖരനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ കിട്ടാവുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം വോട്ട് പോലും BJPയിൽ നിന്നും PC ജോർജിന് നേടാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുമ്മനം രാജശേഖരനാണെങ്കിൽ അദ്ദേഹത്തിന് ഹിന്ദു നോക്കാം, പക്ഷേ PC നിന്നാൽ ബഹുമാനായിട്ടുള്ള BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾ, BJPക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ ലഭിക്കുന്ന വോട്ടുകൾ ഞങ്ങൾ കേരളത്തിലെ ഒരു പാർലമെന്റിലെയും സീറ്റ് BJP കേരള ഘടകം നിശ്ചയിച്ചിട്ടില്ല.